എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ചെയ്യുന്നത്, ഈന്തപ്പഴം പൊരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒരു ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ വല്ലാതെ ലൂസും ആവരുത്, വല്ലാതെ തിക്കും ആയി പോകരുത്. ഒരു സെമി തിക്ക് പാകത്തിന് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ഒരു ഈന്തപ്പഴത്തിനെ തന്നെ 2 ഭാഗമായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് ഈന്തപ്പഴം എടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ ഞാൻ എല്ലാവരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കട്ട പിടിച്ചിരിക്കും. പക്ഷേ അത് സാരില്ല, നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ഓരോന്നോരോന്ന് നമുക്ക് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത ബാച്ചസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ എല്ലാ ഈന്തപ്പഴവും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചായയുടെ കൂടെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്